ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെക്യൂർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ്. കുറേ ദിവസങ്ങളായി ഞാനൊരു സെയിൽ വീഡിയോ ചെയ്തിട്ട് ഡിസംബർ 2nd വീക്കിൽ ചെയ്തതാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ജനുവരി 1st വീക്കിൽ അടുത്ത വീഡിയോ ചെയ്യുള്ളൂ എന്നുള്ളത്. എൻ്റെ ലാസ്റ്റ് വീഡിയോ കാണാഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് പേരെങ്കിലും എന്താണ് പുതിയ വീഡിയോസ് ചെയ്യാത്തതെന്ന് ചോദിച്ചുകൊണ്ട് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജസ് ഇട്ടുണ്ടായിരുന്നു. 1-2 ആഴ്ചയോടത്തോളം മറ്റെല്ലാം മാറ്റിവെച്ച് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്തു. വീണ്ടും ഉഷാറായിട്ട് നമ്മുടെ സെയിൽ തുടങ്ങുകയാണ് കേട്ടോ. ഇന്നത്തെ സെയിലിനുള്ളത് കൂടുതലും ബോഗൺവില്ല പ്ലാന്റ്സ് തന്നെയാണ്. അല്ലാതെയുള്ള പ്ലാന്റ്സും ഉണ്ട് കേട്ടോ, കുറച്ച് അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് അതും. എല്ലാവരും വീഡിയോ ആദ്യ അവസാനം കാണുക, സപ്പോർട്ട് ചെയ്യുക. 2024 നിങ്ങളെല്ലാവരും ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2025 അത് തന്നെ തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ചെയ്യാനായിട്ട്, നന്മയ്ക്കായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുകയും ചെയ്യട്ടെ. പുതിയ വർഷത്തിൽ നമ്മൾ പ്ലാൻസ് അയക്കുന്നതിനോട് ബന്ധപ്പെട്ട റൂൾസ് എല്ലാം സെയിം തന്നെയാണ്. DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുക. അതുപോലെ തന്നെ ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് പേയ്മെൻറ്റ് മോഡ്. ഇവിടുന്ന് പ്ലാന്റ് അയച്ച് നാട്ടിലെവിടെയും നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഡെലിവർ ആവും. 2 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ പറയണം കേട്ടോ. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒരുമാതിരി എല്ലാം തന്നെ അതായിരിക്കുന്ന ചട്ടിയിൽ നിന്ന് എടുത്ത് പാക്ക് ചെയ്താണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അത് നിങ്ങൾ റിസീവ് ചെയ്ത് കഴിഞ്ഞ് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് നടാം കേട്ടോ. ചെടി കിട്ടിക്കഴിയുമ്പം നിങ്ങൾ അതിൻ്റെ വേര് ഭാഗത്ത് നമ്മളത് മണ്ണ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, അതൊന്ന് അഴിച്ചു വെക്കുക. ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് ട്രാവലിങ്ങിൽ ഒരു ചെടികൾക്കൊരു സ്ട്രെസ് ഉണ്ടാവുമല്ലോ, അതൊന്ന് ഓക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെടി നടുകയും ചെയ്യാം. ചെടികൾ നിങ്ങൾ കൈപ്പറ്റുന്ന സമയത്ത് അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതപ്പം തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു തരണം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. ഓൺലൈനിൽ ആദ്യമായിട്ട് പ്ലാന്റ് വാങ്ങുന്നവർക്ക് അതെങ്ങനെയാണ് നടേണ്ടത് കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ഫിക്സ് ചെയ്യുമല്ലോ, ആ സമയത്ത് തന്നെ അതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കുക കേട്ടോ. പ്ലാന്റ് കൈപ്പറ്റിയതിന് ശേഷം ചോദിച്ചാൽ എന്താ വിഷയം എന്ന് വെച്ചാൽ ഞാൻ ആ മെസ്സേജ് അപ്പം തന്നെ കാണണമെന്നില്ലേ, എൻ്റെ റിപ്ലൈ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്താലും ശരിയാവില്ലല്ലോ, അതാണ്. അപ്പോൾ നമുക്കിനി സെയിലിനുള്ള പ്ലാന്റ്സ് ഒക്കെ കണ്ടുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ പ്ലാന്റ് പിങ്ക് ബ്യൂട്ടിയാണ്. നല്ല ഡാർക്ക് മജന്ത കളറിലെ ചെടിയുടെ തുമ്പുവശം കണ്ട് ഇങ്ങനെ നിറഞ്ഞ് കട്ട കുത്തി പൂവുണ്ടാകുന്നതാണ് പിങ്ക് ബ്യൂട്ടി. പേര് പോലെ തന്നെ നല്ല ബ്യൂട്ടി ആട്ടോ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ 3 കളർ വെറൈറ്റീസ് നമുക്ക് ഇന്നത്തെ സെയിലിൽ അവൈലബിൾ ആണ്. ആദ്യത്തെ കളർ വെറൈറ്റി ഇതാണ്. സെയിലിനുള്ള പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടോളൂ കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ചെടിയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല തണ്ടുമൂപ്പ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ ഇല കുറയും, എന്നിട്ട് പൂ മാത്രം കൂടുതലായിട്ട് നിൽക്കും. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് വൈറ്റ് ബ്യൂട്ടിയും. വൈറ്റ് ബ്യൂട്ടിയുടെ പൂക്കൾ കണ്ടോ, കാണാൻ നല്ല ഭംഗിയല്ലേ. വൈറ്റ് ബ്യൂട്ടിയുടെ സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. കളർ ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചെടിയുടെ സ്ട്രക്ചറും പൂക്കളുണ്ടാകുന്ന രീതികളെല്ലാം 3 കളർ വെറൈറ്റീസിലും സെയിം തന്നെയാണ്. വൈറ്റ് ബ്യൂട്ടിക്കും 200 രൂപീസ് തന്നെയാണ് റേറ്റ് വരുന്നത്. ഇനിയുള്ള കളറ് ബേബി പിങ്ക് ആണ്. മുമ്പ് കാണിച്ച കട്ടപ്പൂക്കൾ പോലെ തന്നെ ഈ ചെടിയിൽ ബേബി പിങ്ക് കളറിൽ തുമ്പത്ത് നല്ല കട്ടപ്പൂക്കളുണ്ടാവും. മറ്റ് 2 കളർ വെറൈറ്റീസിനേക്കാളും ബേബി പിങ്കിൻ്റെ പ്ലാന്റ്സ് നമുക്ക് കുറവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഇനി സെയിലിനുള്ള അടുത്ത ബോഗൺവില്ല വെറൈറ്റീസ് എന്ന് പറയുന്നത് പൂന വൈറ്റും അതുപോലെ തന്നെ പൂന ലെവൻഡറും ആണ്. 2 കളറും ഒന്നിനൊന്നും വെച്ചാണ്. പൂന വെറൈറ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൂക്കൾക്കിടെ ഒരു പെട്ടൽസിന് വലിപ്പം കൂടുതലുണ്ട്. നിറഞ്ഞ് പൂത്ത് നിൽക്കുമ്പോൾ കിടുവാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഇതാണ് 2ൻ്റെ. ഇത് പൂന വൈറ്റ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. പൂന ലെവൻഡറിൻ്റെയും പ്ലാന്റ് സൈസ് സെയിം തന്നെയാണ്, റേറ്റും സെയിം തന്നെയാണ്. പൂന വെറൈറ്റീസൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള പ്ലാന്റ്സ് ആണ്. ഇനിയും വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങുക കേട്ടോ. അടുത്ത ഐറ്റം ഫൈറോപ്പാലാണ്. ഫൈറോപ്പാലിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ. നല്ല ഡാർക്ക് ഓറഞ്ച് കളറിൽ വളരെ മനോഹരമായിട്ടുള്ള പൂക്കളെ അല്ലേ. ബോഗൺവില്ല വെറൈറ്റീസിൽ കൂടുതൽ ആളുകളും ചോദിച്ചു വാങ്ങുന്നൊരു വെറൈറ്റിയാണ് ഫൈറോപ്പാൽ. നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഞാനിപ്പോൾ കാണിക്കാം. ഇതാണ് കേട്ടോ സെയിലിനുള്ള പ്ലാന്റ് സൈസ്. 380 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ ഉള്ളതിൽ ചെറിയ പ്ലാന്റ് നോക്കിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അടുത്ത സൂപ്പർ വെറൈറ്റി എന്ന് പറയുന്നത് വീരായുടെ ഓറഞ്ചും വീര യെല്ലോയും ആണ്. വീര വെറൈറ്റിയുടെ പ്രത്യേകത കണ്ടോ, ചെറിയ ഇലയാണ്. അതുപോലെ തന്നെ പൂവ് ഇലകൾക്കിടയിൽ തിങ്ങിയാണ് പൂക്കളുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വെറൈറ്റിക്ക് മറ്റ് വെറൈറ്റീസിനേക്കാൾ ഒരു ഡിഫറെൻറ്റ് ലുക്കാണുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒതുക്കി വളർത്താൻ പറ്റുന്ന ഒരു ബോഗൺവില്ല വെറൈറ്റിയാണ് ഈ വീര വെറൈറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ കമ്പുകൾ അങ്ങനെ വല്ലാണ്ട് നീണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ഇത് പോവുകയാണെങ്കിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടേ പോവുള്ളൂ. ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. വീരായുടെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. ഓറഞ്ച് ആയാലും യെല്ലോ ആയാലും 300 ഓരോന്നിനും റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ബോഗൺവില്ല കളക്ഷനിൽ വീര വെറൈറ്റീസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യുക. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് 4 ചില്ലി വെറൈറ്റീസ് ആണ് കേട്ടോ. അതിൽ ആദ്യത്തെ കളർ വെറൈറ്റി ഇതാണ്, ചില്ലി ഓറഞ്ച്. ചില്ലി വെറൈറ്റീസ് എല്ലാം നമുക്ക് ഹാങ്ങിങ്ങിൽ ഇടാവുന്ന വെറൈറ്റികളാണ്.
ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി. ബോഗൺവില്ലകളെല്ലാം നല്ല വെയിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതൽ വരിക കേട്ടോ. ഹാങ്ങിങ്ങിൽ ഇട്ടാലും നമ്മൾ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്തിടണം. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 380 റുപ്പീസാണ്. ചില്ലി ഓറഞ്ച് പോലെ തന്നെ മനോഹരമായിട്ടുള്ള ചില്ലി യെല്ലോയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. മഞ്ഞ കളർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ചില്ലി യെല്ലോയ്ക്കും 350 തന്നെയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ചില്ലി റെഡാണ്. ചില്ലി റെഡ് വിരിഞ്ഞ് വരുന്ന പരുവത്തിൽ അതിലൊരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ അത് ഒരു ഫുൾ ഗ്രോത്ത് ആകുമ്പോഴാണ് നല്ല റെഡ് വരുന്നത്. ചില്ലി റെഡിനും സെയിം റേറ്റ് തന്നെയാണ്. അടുത്ത കിഡു ഐറ്റം എന്ന് പറയുന്നത് ചില്ലി ഐസ്ക്രീമാണ്. ചില്ലി ഐസ്ക്രീം നമുക്ക് കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ സെയിലിന് കിട്ടിയില്ലായിരുന്നു. ഈ തവണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ചെടിയാണ്. ഐസ്ക്രീം കഴിക്കണ സുഖം തന്നെയുണ്ട് ഇതിൻ്റെ പൂക്കൾ കാണുമ്പോഴും. അതുകൊണ്ടാണോ ഇതിന് ചില്ലി ഐസ്ക്രീം എന്ന് പേര് വന്നതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ മൊട്ടുകൾ വൈറ്റ് കളറിലാണ് ഇരിക്കുക. വിരിഞ്ഞ് വരുമ്പോഴാണ് പിങ്കും വൈറ്റും കലർന്ന പൂക്കളായിട്ട് മാറണത്. ഇതും ഒരു പ്ലാന്റിന് 380 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലുള്ള ബോഗൺവില്ല വെറൈറ്റീസ് എല്ലാം ഞാൻ കാണിച്ചു. ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ പുതിയ പുതിയ വെറൈറ്റീസ് വരും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ കാണിച്ച ഡോക്ടർ റാവു റെഡ്, ഓറഞ്ച്, അതുപോലെ തന്നെ മൾട്ടിപെറ്റലിൻ്റെ 2-3 കളറുകൾ, ടിമ്മ വെരിഗേറ്റഡ്, അതൊക്കെ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബോഗൺവില്ല അല്ലാത്ത വേറെ കുറച്ച് അടിപൊളി പ്ലാന്റ്സ് ആണ്. ബോഗൺവില്ലയുടെ നാടൻ കവർ പ്ലാന്റ്സ് ഒക്കെ ഇനിയിപ്പം അടുത്ത മാസം ആകുമ്പോഴേക്കും റെഡിയാവും. ഇന്നത്തെ വേറൊരു അടിപൊളി പ്ലാന്റാണ് ഇത്, ബേർഡ് ഓഫ് പാരഡൈസ്. ഒരു ചെടിയിൽ ഒരു കിളി ഇരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ പൂ കണ്ടാൽ. നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ളതാണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ്. ഇതൊരു ഇലച്ചെടിയായിട്ട് നിൽക്കുന്നത് കാണാനും നല്ലൊരു ഗ്രാൻഡ് ലുക്കാണ്. വളർന്ന് കുറച്ചങ്ങ് കയറി കഴിയുമ്പോഴാണ് പൂവായി വരിക. നമ്മുടെ വാഴച്ചെടിയുടെയൊക്കെ ഒരു പ്രകൃതം പോലെ നിറയെ മുള പൊട്ടി തൈകളുണ്ടായി അതിലൊക്കെ നിറച്ച് ഈ ഭംഗിയുള്ള പൂക്കളുണ്ടാവും. ഒത്തിരി പ്ലാന്റ്സ് ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് പ്ലാന്റ് കിട്ടുക. അടുത്ത പ്ലാന്റ് കിഡിലനാണ്, ഫിഷ് ടെയിൽ ഫേൺ. ഇത് ഈ ശരിക്കും ഈ മീനിൻ്റെ വാലിൻ്റെ തുമ്പ് പോലെയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ. ഇതിൻ്റെ ഇല ശരിക്കും നല്ല വലിപ്പം വെച്ച് വരും കേട്ടോ. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു പോട്ടിൽ നട്ടിട്ട്, വലിയ പോട്ടിൽ നട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും. അതുപോലെ ഹാങ്ങിങ്ങിലിടാനും അടിപൊളി പ്ലാന്റാണ്. നല്ല തിക്കായിട്ട് ബുഷിയായിട്ടാണ് ഇതിൻ്റെ ഇലകൾ നിൽക്കുക. സെയിലിനുള്ളത് നല്ല ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 220 രൂപയാണ്. മുമ്പ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഞാൻ 110, 120 കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സൈസ് അല്ല ഇത്, വലിയ പ്ലാന്റാണ്. ഇത് ശരിക്കും നമ്മുടെ തോട്ടത്തിൻ്റെ മനോഹാരിത കൂട്ടുന്ന ഒരു വെറൈറ്റി പ്ലാന്റും കൂടിയാണ്. ഇനി തോട്ടത്തിൻ്റെ ഭംഗിയല്ല, നമ്മുടെ ഭംഗി കൂട്ടാനുള്ള ഒരു ചെടിയാണ് കേട്ടോ കാണിക്കുന്നത്, റോസ്മേരി പ്ലാന്റ്. ഹെയർ ഗ്രോത്തിന് ഏറ്റവും അധികം ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ റോസ്മേരി പ്ലാന്റ്. നമുക്കറിയാം പിടിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 120 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ്. അടുത്ത് ഡ്രാഗൺ ലേഡി എന്ന് പേരുള്ള നല്ലൊരു ഇലച്ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇലയും തണ്ടും കാണാൻ നല്ല രസമാണ്. തണ്ട് നല്ല ഒരു ഡാർക്ക് പിങ്ക് കളറിലാണ് നിൽക്കുക. ഇതിൽ പൂവുണ്ടാവും, പക്ഷേ പൂവിനേക്കാളും അട്രാക്ഷൻ ഇലയും തണ്ടും ഒക്കെയാണ്. പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ്. ഡ്രാഗൺ ലേഡിയുടെ ഇതുപോലെയുള്ള ബുഷി പ്ലാന്റിന് 60 രൂപയാണേ. അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പൂക്കൾക്ക് പൂക്കളും അതുപോലെ മനോഹരമായിട്ടുള്ള ഇലച്ചെടികളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും പ്ലാന്റ്സൊക്കെ വീട്ടിലില്ല, വാങ്ങാൻ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം. 2025 പുതുവർഷം നമ്മുടെ വീടുകളൊക്കെ ചെടികൾ കൊണ്ട് നന്നായിട്ട് മോടി പിടിപ്പിച്ചുകൊണ്ട് തന്നെ അങ്ങ് തുടങ്ങാം. ചെടികൾ പൂക്കൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ പിറകിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, നല്ല കെയർ കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു റിസൾട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.